സോ നമ്മൾ ഇന്ന് തേർഡ് മെത്തേഡ് ഇൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നോക്കുന്നത്. ദാറ്റ് ഇസ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഐറ്റം ഓഫ് എ സീരീസ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. മീഡിയൻ നമ്മൾ പൊസിഷണൽ ആവറേജ് ആണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിൻ്റെ മോഡ് എന്നാണ്. മോഡ് എന്താണെന്നുള്ളതിനുള്ളൊരു എക്സ്പ്ലനേഷൻ. അതായത് ഇപ്പോൾ ഇത് നമ്മൾ നോർമലി പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് ഇങ്ങനെ 3 തരത്തിലുണ്ട്. അതിൽ മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ്. ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, 23, 35, 20. So you have so much numbers. In this 35 appears more number of times. കൂടുതൽ പ്രാവശ്യം വരുന്നത് 35 അല്ലേ? എത്ര പ്രാവശ്യം വരുന്നുണ്ട് നോക്കൂ. 1, 2, 3, 4 times വരുന്നുണ്ട്. So 35 is the number which occurs more than 1 time. So ഇങ്ങനെയുള്ളൊരു കേസിൽ മോഡ് is equal to 35. ഇനി when no item appears more number of times, then we say that mode is ill-defined. In that case, mode is obtained by the formula mode is equal to 3 median minus 2 mean. Suppose ഒരു സീരീസ് അതിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല. ഇപ്പം നമുക്ക് എല്ലാ പ്രാവശ്യവും സീരീസിൽ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്പേഴ്സ് വരണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇല്ല എന്ന് വിചാരിക്കും ഒരു സീരീസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പം നമ്മൾ മോഡ് ഇൽ-ഡിഫൈൻഡ് എന്നാണ് പറയുക. അത്തരം സന്ദർഭങ്ങളിൽ മോഡ് എന്ന് പറയുന്നത് 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നാണ് നമ്മൾ പറയുക. സോ മൂന്നാമത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് മോഡ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പർ അതായിരിക്കും മോഡ്. ഇനി അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്പർ ഇല്ല ഒരു സീരീസിലെങ്കിൽ മോഡ് ഇൽ-ഡിഫൈൻഡ് എന്നാണ് നമ്മൾ പറയുക. അപ്പം മോഡ് എന്ന് പറഞ്ഞാൽ 3 മീഡിയൻ മൈനസ് 2. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കൂ. 40, 25, 60, 35, 85, 75, 90 and 10. So let this be the series. Do we have any number which is repeating here? No. So here no items appears more than 1 time. So what we have to do in this case? We say that mode is ill-defined. How will you find the mode then? It is 3 median minus 2 mean. മീനും മീഡിയനും നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ പഠിച്ചാണ്. ഇവിടെ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്. സോ ആഡ് ചെയ്യുക നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ്. അതാണ് സിഗ്മ എക്സ് മൈനസ് എൻ. സോ ദാറ്റ് ഇസ് 52. സോ 2 മീൻ എന്ന് പറയുമ്പോൾ 52 into 2. ഇനി ഹൗ വിൽ യു കാൽക്കുലേറ്റ് മീഡിയൻ? ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് n plus 1/2th item. സോ ഇറ്റ് ഈസ് സൈസ് ഓഫ് 9th item എന്ന് വെച്ച് കഴിഞ്ഞാൽ size of 9/2th item, which means size of 4.5th item. So 5th item by 2. So here median is 50. 3 median എന്ന് പറഞ്ഞാൽ 3 into 50. So mode is equal to 3 median minus 2 mean. 50 minus 150 minus 104 which is equal to 46. ഇത് ക്ലിയർ ആയോ? ഇത് സിമ്പിൾ അല്ലേ? മീനും മീഡിയനും മോഡും മോഡ് വളരെ സിമ്പിളാണ്. നമ്മൾ വെൻ യു ഡോണ്ട് ഹാവ് എനി നമ്പർ വിച്ച് ഈസ് റിപ്പീറ്റിംഗ് ഇൻ എ സീരീസ്, then naturally you will say that mode is ill-defined. So you will use the formula 3 median minus 2 mean. So ഇവിടെ നമുക്കറിയാം how to calculate the mean and median. So accordingly you will get that. Now in the case of mode in discrete frequency distribution. In the case of discrete frequency distribution, the value having highest frequency is taken as mode. ഏതൊരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, അത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ 5, 8, 10, 12
അത് സൈസും നമ്പർ ഓഫ് ഐറ്റംസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണല്ലോ ഫ്രീക്വൻസി, അത് ഫ്രീക്വൻസിയും. അപ്പോൾ ഇവിടെ മാക്സിമം ഫ്രീക്വൻസി എത്രയാ? 40. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാ? 12. സോ ഹിയർ ദ mode is 12. So in case of discrete series, you have to find the maximum frequency. You have to find, it will be given. You have to see which is the maximum frequency. The value corresponding to that maximum frequency is what is known as mode. Is it clear? Discrete frequency, how will you find out mode? Clear? Okay. Now let's see how we calculate mode in continuous frequency distribution. In the case of continuous frequency distribution, mode is equal to L1 plus F1 minus F0 into C, the whole divided by 2F1 minus F0 minus F2. L1 is the lower limit of class. F0, F2 are respectively frequency of classes just preceding and succeeding the model class. F1 is the frequency of model class. ഇപ്പോൾ ഇവിടെ അത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ഏതാണെന്ന് നമ്മൾ നോക്കും. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാല്യൂ, ബിക്കോസ് ഇറ്റ് ഇസ് ഡിസ്ക്രീറ്റ്. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് നോക്കും. എന്നിട്ട് അതിപ്പോൾ 25 to 30 എന്ന് കിട്ടുകയാണെന്ന് വിചാരിക്കും. അതവിടെ എഴുതി വെക്കും. എന്നിട്ട് ബാക്കി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാണ്. L1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്ലാസിൻ്റെ ലോവർ വാല്യൂ. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. F0 ആൻഡ് F2 എന്ന് പറഞ്ഞാൽ, F0 എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ഫ്രീക്വൻസിയുടെ മുമ്പും പിൻപുമുള്ള ഫ്രീക്വൻസീസ് ആണ് F0 and F2, and C is the class interval. So using this formula you will be able to calculate the mode for continuous frequency. Now let's see an example. See here, size is given as 10 to 15, 15 to 20. അതായത് ക്ലാസ് ആണ്. ഇറ്റ്സ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ ഹിയർ വിച്ച് ഇസ് ദ മാക്സിമം ഫ്രീക്വൻസി? ഇറ്റ് ഇസ് 30. So the model class is 25 to 30. So now we are going to apply the formula. So L1 എന്ന് പറഞ്ഞ value of the lower limit of the class, which means it is 25. Then frequency corresponding to model class is 30, which is F1. F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ preceding, അതായത് 80 മുമ്പുള്ള ഫ്രീക്വൻസി. ആൻഡ് F2 ഇസ് സക്സീഡിങ്, കഴിഞ്ഞിട്ടുള്ള മോഡൽ ഫ്രീക്വൻസി, കഴിഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി. സോ ദാറ്റ് ഇസ് 18 and 20. C is equal to the class interval, which is 5. Now we are applying it in the formula and you will get the mode as 27.73. So mode comparatively simple ആണ്. The individual series ആണെങ്കിൽ we'll just look which is the number that is repeating in the series. If you have a number, then that will be the mode. If you don't have a number which is repeating, it means mode is ill-defined. So you will use the formula 3 median minus 2 mean. Now if it is discrete series, discrete frequency distribution, then you will find out the value corresponding to the highest frequency, and that value will be the mode. Then in case of continuous frequency distribution, you have a formula. So in that formula you will have to find certain items. So what you will do is you will first take the class which is having the maximum frequency. Then you will take the lower limit of that class as L1, the frequency of that class as F1, preceding frequency as F0, preceding frequency as F2, C as the class interval. You will apply in the formula and you will get the mode. So mode is as simple as that. Okay, I hope you understood. Okay, thank you.